നമുക്ക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനെ കുറിച്ച് നോക്കാം. ഒരേ തരത്തിലുള്ള രണ്ടോ അതിലധികമോ അളവുകളെ താരതമ്യം ചെയ്തുകൊണ്ട് കാണിക്കുന്നതിനെ നമുക്ക് അംശബന്ധം എന്ന് പറയാം. ഉദാഹരണത്തിന് എ കോമ ബി എന്നിവ തമ്മിലുള്ള അംശബന്ധം നമുക്ക് എ ഈസ് ടു ബി എന്ന രീതിയിൽ എഴുതാം. ഇതിനെ തന്നെ നമുക്ക് എ ബൈ ബി എന്നും പറയാം. നമുക്ക് അനുപാതം എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. രണ്ട് അംശബന്ധങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് നമുക്ക് അനുപാതം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എ കോമ ബി എന്നൊരു നമ്പർ ഉണ്ട്, അതേപോലെ സി കോമ ഡി എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. ഇവ രണ്ടും തമ്മിലുള്ള അംശബന്ധങ്ങളുടെ ബന്ധത്തിന് നമുക്ക് എന്ത് പറയാം? അനുപാതം എന്ന് പറയാം. നമ്മൾ എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു സി ഈസ് ടു ഡി. ഇനി നമുക്ക് അംശബന്ധത്തിന്റെ അനുപാതം എന്ന് പറയാം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 3:4 തുല്യമായ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിന് മാച്ച് ആയിട്ടുള്ള സംഖ്യ നോക്കാം. നമുക്കിവിടെ നമ്പേഴ്സിൽ നിന്ന് നോട്ട് ചെയ്യാം. ഇവിടെ ഓരോ നമ്പേഴ്സും ഈ 3-ൻ്റെയോ 4-ൻ്റെയോ ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്ത ഒരു സംഖ്യ ആയിരിക്കും. നമുക്ക് 12 വെച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 3 × 4 12 നമുക്കറിയാം. ഇനി അതേപോലെ തന്നെ 4 ഇൻറ്റു ഇവിടെ ഇൻറ്റു ചെയ്ത അതേ സെയിം നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റു ചെയ്യും. 4 × 4 16. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ സംഖ്യ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 8 ഇവിടെ 18 വരണമെങ്കിൽ 3 × 6 ആണ് 18. ഇനി അടുത്ത നമ്പർ 4 × 6 ചെയ്താൽ നമുക്ക് ഇവിടെ 24 വരേണ്ടത്. അപ്പോൾ ഈ നമ്പർ അല്ല. ഇനി അടുത്തത് 12. നമുക്കറിയാം 3 × 4 ഇവിടെ 12. ഇനി അടുത്തത് 4 × 4 ചെയ്താൽ നമുക്ക് 16 വരത്തുള്ളൂ. ഇതല്ല. അപ്പോൾ നമ്മളെ ആൻസർ 12,16. 12,18,24 എന്നതിൻ്റെ അംശബന്ധം താഴെ നിൽക്കുന്ന ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 12ൻ്റെ സെയിം അംശബന്ധമുള്ള നമ്പർ ആയിരിക്കണം ഈ ആദ്യത്തെ വരുന്ന സംഖ്യ, രണ്ടാമത്തെ നമ്പറിലായിരിക്കും രണ്ടാമത്തെ, മൂന്നാമത്തെ ഓർഡറിലാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 12 എന്ന നമ്പർ ഇവിടെ അംശബന്ധം 2 ആയിരിക്കണമെങ്കിൽ 12 ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തായിരിക്കും 2. നമുക്ക് നോക്കാം. 12 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടും. ഓക്കെയാണ്. ഇനി നമുക്ക് 18 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 3 കിട്ടേണ്ടിരുന്നു. ഇതല്ല. ഈ ഓപ്ഷൻ നമുക്ക് ഇപ്പം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമുക്ക് അടുത്ത നമ്പർ ആക്കാം. 12, 18, 24. 12നെ നമുക്ക് ഇവിടെ 2 കിട്ടിയാൽ നമുക്ക് 12 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടി. അപ്പോൾ ആദ്യത്തെ നമ്പർ ശരിയായി. ഈ 18 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് 3 കിട്ടി. ഓക്കെ, അത് റെഡിയായി. ഈ 24 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 4 കിട്ടി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി നമ്മളത് ശരി ആൻസർ ആയിട്ട് കിട്ടി. സംഖ്യകൾ 2:5:4 എന്ന അംശബന്ധത്തിലാണ്. ഇവയുടെ HCF അല്ലെങ്കിൽ ഇവയുടെ ഉസാഗ 12 എങ്കിൽ സംഖ്യകളാവാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന അംശബന്ധത്തിൻ്റെ ഓരോ അംശബന്ധത്തിനെ നമുക്ക് HCF കൊണ്ട് ഗുണിച്ചാൽ മതി. ആദ്യത്തെ 2:5:4 അല്ലേ? 2 × 12 24, 5 × 12 60, 4 × 12 48. നമ്മളെ സംഖ്യകളിൽ 24, 60, 48. 8,000 രൂപ എ, ബി, സി എന്നീ 3 പേർക്ക് 2:3:5 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ എക്ക് ലഭിക്കുന്ന തുക എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ അംശബന്ധം തന്നിട്ടുണ്ട്. എ ഈസ് ടു ബി ഈസ് ടു സി. നമുക്ക് അതേപോലെ തന്നിട്ടുണ്ട് 2:3:5. ഇവർക്ക് ടോട്ടലായിട്ട് കൊടുത്തത് 8,000 രൂപയാണ്.
ഇനി നമ്മൾ ഈ റേഷ്യോ ടോട്ടൽ ആഡ് ചെയ്യാം. 5ഉം 5ഉം 10. ഈ ടോട്ടൽ റേഷ്യോ ഉള്ള 10 ആണെങ്കിൽ ഈ 8000ത്തിന് തുല്യമാണ്. ഇനി ആ 10ൽ നമ്മളെ എക്ക് ലഭിച്ചത് 2ആണ്. നമുക്ക് എൻ്റെ ഷെയർ നമുക്ക് 2/10 എന്ന് എഴുതാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 0 കട്ട് ചെയ്യാം. 2 × 800 1600 രൂപയാണ് എക്ക് ലഭിച്ചത്. 3000 രൂപ എ ബി സി എന്നീ 3 പേർക്ക് 2:5:7 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ എക്കും ബിക്കും കൂടി എത്ര ലഭിക്കും? നമ്മൾ അതിന് ക്വസ്റ്റ്യനിൽ റേഷ്യോനോട് എടുത്തത് A:B:C നേരെ അടിയിൽ 2:5:7. ഇനി ഇതിനെ ടോട്ടൽ ചെയ്യാം. ഇതാണ് ഇവർക്ക് കിട്ടിയ അംശബന്ധത്തിന് ടോട്ടൽ. അത് 5 2 7 7 7 14 ടോട്ടൽ കിട്ടി. ഇനി ഇവർക്ക് ടോട്ടൽ നമ്മൾ കൊടുത്ത എമൗണ്ട് 3000. 3000 എഴുതാം. 3000 ഇൻറ്റു നമ്മളിവിടെ എക്കും ബിക്കും കൂടിയാണ്. ഇപ്പോൾ എൻ്റെ 2, ബിൻ്റെത് 5. അപ്പോൾ 5 2 കൂട്ടി കഴിഞ്ഞാൽ 7. 7/14. ഇപ്പോൾ ഇവിടെ 7/14 നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്യാം. 2 കിട്ടും. ഇനി 3000ത്തിന് 2 കൊണ്ട് കട്ട് ചെയ്താൽ 1500.